എന്നും സ്തുതിപ്പിൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതിയും മാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ബഹുമാനവും സ്വീകരിക്കാനും നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ സ്തുതിയും ആരാധനയും പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 3 തൊട്ട്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്ക വിധം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. സമയം തക്കത്തിന് ഉപയോഗിക്കുക. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പരസ്യ ജീവിതത്തിനായി 3 വർഷത്തോളം മാറ്റിവെച്ചു. അപ്പസ്തോലനായ പൗലോസ് ഈ 3 വർഷം പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം നിറവേറ്റുവാൻ സമയം മൊത്തം മാറ്റിവെക്കുകയാണ്. പൗലോസ് വിജാതികളുടെ അപ്പസ്തോലനാണ്. പല സ്ഥലത്തും സുവിശേഷം പറഞ്ഞു. പലയിടത്തും താൻ പിടിക്കപ്പെട്ടു. വിചാരണയ്ക്ക് വിധേയനായപ്പോൾ തൻ്റെ സാക്ഷ്യവും സുവിശേഷവും പറയുവാനുള്ള അവസരം ദൈവം തന്നെ കൊടുത്തു. ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവിടെയും സുവിശേഷം പറയുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ലഭിച്ച അവസരങ്ങളൊന്നും പൗലോസ് നഷ്ടപ്പെടുത്തിയില്ല. തക്കത്തിൽ സമയം ഉപയോഗിച്ച ദൈവഭൃത്യൻ പറയുകയാണ്, കൊളോസ്യ വിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഇതാ പൗലോസ് നോക്കുമ്പോൾ ജയിലധികാരി വാളൂരി ആത്മഹത്യ ചെയ്യുവാൻ നിൽക്കുകയാണ്. അയാൾ ആത്മഹത്യ ചെയ്തോട്ടെ, എനിക്കെന്താണ് അതിലിടപെടേണ്ട കാര്യം? അങ്ങനെയല്ല. അവനോട് ഉടനെ തന്നെ വിളിച്ചു പറയുകയാണ്, നീ സാഹസമൊന്നും കാണിക്കരുത്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 5 മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ, 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ദൈവഹിതമാണോ? എന്നിട്ട് വചനം പറയാം. തക്ക സമയത്ത് പൗലോസ് അവൻ നിരാശനായ മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ട വചനം പറഞ്ഞു. ആത്മഹത്യ അവിടെ നടന്നില്ല. പിന്നെയോ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ അവനും കുടുംബാംഗങ്ങളും സന്തോഷിക്കുകയാണ് ചെയ്തത്. ആത്മഹത്യയല്ല അവിടെ നടന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 28 തൊട്ട്. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും
നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സമയം തക്കത്തിന് ഉപയോഗിച്ചു ഒരു കുടുംബം രക്ഷപ്പെട്ടു, ഒരു ആത്മഹത്യ ഒഴിവായി. എത്രയോ ദൈവഭൃത്യന്മാരാണ് വളരെ നിരാശയോടെ ആത്മഹത്യയുടെ വക്കിലെത്തിയ മനുഷ്യരോട് തക്ക സമയത്ത് സുവിശേഷം പറഞ്ഞതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തില്ല, അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. ഒരിക്കലൊരു സുവിശേഷകൻ വളരെ ദുഃഖിതനായ ഒരു സഹോദരനെ കാണാറുണ്ട് പലതവണ. അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മടിച്ച് പറഞ്ഞില്ല. ഒരു ദിവസം കേൾക്കുന്ന വാർത്ത, ആ നിരാശനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ സുവിശേഷകന് വലിയ കുറ്റബോധം ഉണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് നേരത്തെ സുവിശേഷം പറയാമായിരുന്നു, ഞാൻ അവസരം നഷ്ടപ്പെടുത്തി. നമ്മൾ സ്വർഗത്തിലെത്തിയാൽ ഇതാ പലരും നരകത്തിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരും. നമ്മൾ നിത്യേന ഭൂമിയിൽ ജീവനോടെ ഇരുന്നപ്പോൾ നിത്യേന സംസാരിച്ച കണ്ടുമുട്ടിയ പലരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞില്ല, പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ഇന്ന് ഈ നരകത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല, ഈ നരകത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല. പൗലോസ് കണ്ടുമുട്ടിയ വ്യക്തികളോട് സുവിശേഷം പറഞ്ഞു. തന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളോടും സുവിശേഷം പറഞ്ഞു. അഗ്രിപ്പ ചോദിക്കുകയാണ്, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണോ? പൗലോസ് പറയുന്നത്, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ചങ്ങല ഒഴികെ എല്ലാവരും എന്നെപ്പോലെയാകണം, ക്രിസ്ത്യാനിയാകണം. സമയം തക്കത്തിന് ഉപയോഗിക്കുവിൻ. ഒരിക്കലൊരു സുവിശേഷകൻ സുവിശേഷം പറഞ്ഞു. ധാരാളം ആളുകൾ അത് കേട്ടു, പലരും മാനസാന്തരപ്പെട്ടു. കൂട്ടത്തിൽ ഒരു സിനിമാ നടിയും കേട്ടു. അവൾക്ക് ബോധ്യമായി അവൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് പാപജീവിതമാണ്, മാനസാന്തരപ്പെടേണ്ട ആവശ്യകതയുണ്ട്, അവൾക്ക് ബോധ്യമായി. പക്ഷേ അവൾക്ക് ഉടനെ തന്നെ മാനസാന്തരപ്പെട്ട് അപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപകരമായ പല കാര്യങ്ങളും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ്. അവൾ വിചാരിച്ചു, ഇന്ന് മാനസാന്തരപ്പെടേണ്ട, മറ്റൊരിക്കലാകാം. അവൾ ആ സുവിശേഷ യോഗം കഴിഞ്ഞ് ഒരു കാറിൽ മടങ്ങി യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടി അപകടം ഉണ്ടായി, അവൾ മരിച്ചു. അവൾ തീരുമാനിച്ചതാണ്, മാനസാന്തരപ്പെടാം, ഇന്നല്ല, പിന്നെയാകട്ടെ. സമയം തക്കത്തിന് ഉപയോഗിക്കുവിൻ. ഇന്ന് ചില വിശ്വാസികൾ തന്നെ അവരുടെ സമയം, ദൈവം കൊടുത്ത വിലപ്പെട്ട സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാതെ ചിലപ്പോൾ അനാവശ്യമായ വിമർശനം, സഭാരാഷ്ട്രീയം, വേണ്ടാത്ത ചില പാപങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സമയം കമ്പ്യൂട്ടർ ഗെയിമിംഗ്, അതിനൊക്കെ വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്നാൽ ഇവിടെ നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഇനി സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയില്ല എങ്കിലോ? സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം, സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വാണി കേട്ടിട്ടും അതനുസരിക്കാതെ വീണ്ടും അലസതയോടെ മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക? ലൂക്കോസ് 13:6 തൊട്ട് അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. 1 വർഷം കൂടി ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുകയാണ്. അത് ഗ്രേസ് പീരീഡാണ്.
ആ വർഷത്തിനകം, ആ ഒരു വർഷത്തിനകം ഫലം കായ്ച്ചില്ല എങ്കിൽ പിന്നെ കാത്തിരിപ്പില്ല, പിന്നെ വെട്ടിക്കളയും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം ചില അവസരങ്ങളൊക്കെ തരുന്നത് ഇനിയും നീക്കിക്കളയാത്ത ഏതെങ്കിലും രഹസ്യപാപങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കളയണം. ദൈവം അനുവദിച്ച ടൈമിനുള്ളിൽ തന്നെ അത് കളയണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36 തൊട്ട്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു, സമയം മാറ്റിവെക്കുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, സമയം മാറ്റിവെക്കുന്നില്ല. ഇപ്പോഴിതാ ആരും നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. നാം നമ്മുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? സമയം തക്കത്തിന് നാം ഉപയോഗിക്കുന്നുണ്ടോ? സുവിശേഷം പറയുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാറുണ്ടോ? ആ തങ്കച്ചി ആൻറ്റി ഒന്ന് മ്യൂട്ടാക്കണം കേട്ടോ. തങ്കച്ചി ആൻറ്റി മ്യൂട്ടാക്കണം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ, അതിൽ ഒരു സുഹൃത്ത് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട സുഹൃത്ത് തൻ്റെ ധനവും സമയവും സുവിശേഷ വ്യാപനത്തിന് വേണ്ടി മാറ്റിവെച്ചു. ആ സുഹൃത്തിന് വലിയ പ്രത്യാശയുണ്ട്. ഞാൻ എൻ്റെ സമയം ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ മറ്റേ സുഹൃത്ത് രക്ഷിക്കപ്പെട്ടില്ല. തൻ്റെ പണവും സമയവും തനിക്ക് ബോധിച്ച കാര്യങ്ങൾക്കായി ചെലവഴിച്ചു. രണ്ടുപേരും വാർദ്ധക്യത്തിൽ ഇതാ മരണത്തോടടുത്തു. രക്ഷയിലേക്ക് വന്ന ആ സുഹൃത്തിന് വലിയ പ്രത്യാശ, ഞാൻ എൻ്റെ സമയം ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ചെലവഴിച്ചതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എന്നേക്കും നിത്യത മുഴുവൻ ദൈവത്തിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കാൻ പറ്റും. എന്നാൽ മറ്റേ സുഹൃത്ത്, അദ്ദേഹത്തിന് നിരാശ വന്നു. ഞാൻ എൻ്റെ സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചില്ല. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം മാറ്റിവെച്ചു, അതിനുവേണ്ടി പണം ചെലവഴിച്ചു. ഇതാ മരണം അടുത്തു. ഞാൻ സ്വർഗത്തിൽ പോകും എന്നതിന് എനിക്ക് ഒരു ഉറപ്പുമില്ല. എന്നാൽ മറ്റേ സഹോദരൻ അങ്ങനെയല്ല. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. അങ്ങനെയാണ് നാം ഇപ്പോൾ സമയവും സകലവും മാറ്റിവെക്കുന്നത് എങ്കിൽ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ, നമ്മുടെ മരണസമയം അടുക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഇല്ല. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവപുത്രൻ്റെ നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശനം ലഭിക്കും. വെളിപ്പാട് 22:10 തൊട്ട്, വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. നമ്മുടെ സമയം ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. നിത്യതയിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാകുമോ? ഞാൻ എൻ്റെ സമയം എത്രയോ ഭൂമിയിൽ പാഴാക്കി.
എത്രയോ പേരോട് എനിക്ക് സുവിശേഷം പറയാമായിരുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരു മനഃഖേദം നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഉണ്ടാകുമോ? ഉണ്ടാകാതിരിക്കുവാൻ ഇതാ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു, പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. കർത്താവായ യേശുക്രിസ്തു ദൈവഹിതം ചെയ്യുവാൻ 3.5 വർഷം ഉപയോഗിച്ചു. അതിനു മുമ്പും ദൈവഹിതം തന്നെയാണ് ചെയ്തത്. രഹസ്യ ജീവിതം നയിക്കുമ്പോഴും എപ്പോഴും പിതാവിന് കീഴ്പ്പെട്ടാണ് ജീവിച്ചത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പരസ്യ ജീവിതത്തിനായി 3 വർഷത്തോളം മാറ്റിവെച്ചു. കർത്താവ് തൻ്റെ സമയം എന്തിനൊക്കെ വേണ്ടിയാണ് മാറ്റിവെച്ചത്? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് സമയം മാറ്റിവെച്ചു. രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് സമയം മാറ്റിവെച്ചു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ, പാപികൾക്ക് സുബോധം വരുത്തുവാൻ, ജനങ്ങളോട് നിത്യജീവന്റെ വചനം പറയുവാൻ ക്രിസ്തു സമയം മാറ്റിവെച്ചു. പ്രാർത്ഥിക്കുവാൻ സമയം മാറ്റിവെച്ചു. മർക്കോസ് 1-ാം അധ്യായം 32 തൊട്ട്, അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചും കൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. കർത്താവ് അലസമായി സമയം കളഞ്ഞില്ല. പകൽ സമയം പ്രവർത്തിച്ചു, രോഗശാന്തി നൽകി. പലപ്പോഴും രാത്രി സമയങ്ങളിൽ മുഴുനീള പ്രാർത്ഥന. അപ്പസ്തോല ലൂക്കോസ് 6-ാം അധ്യായം 12 തൊട്ട്, ലൂക്കോസ് 6:12 തൊട്ട്, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. ലൂക്കോസ് 5:15 തൊട്ട്, എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥന, പ്രവർത്തനം, പ്രസംഗം. പ്രാർത്ഥന, പ്രവർത്തനം, പ്രസംഗം. ക്രിസ്തുവിൻ്റെ ജീവിതം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓരോ സെക്കൻഡും മാറ്റിവെച്ച ജീവിതം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38, നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. കൊളോസ്യ ലേഖനം 4:5 നാം ധ്യാനിക്കുന്നത്. പുറമെയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ച കാര്യങ്ങൾ, ദൗത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് തൻ്റെ സമയം മാറ്റിവെച്ചത്.
ക്രിസ്തു തനിക്ക് ബോധിച്ചതുപോലെ അത്ഭുതങ്ങൾ ചെയ്തില്ല. എപ്പോഴും പിതാവിൻ്റെ ഹിതത്തിനായി കാത്തിരിക്കുകയാണ്. മറിയം പറയുകയാണ്, യേശുവിൻ്റെ അമ്മ, അവർക്ക് വീഞ്ഞില്ല. യേശു എന്താണ് പറയുന്നത്? ശരി, ഞാനിപ്പോൾ വീഞ്ഞുണ്ടാക്കി കൊടുക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? യോഹന്നാൻ 2-ാം അധ്യായം 1 തൊട്ട്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഏതാണ് ആ സമയം? പിതാവ് അനുവദിക്കുന്ന സമയം. അപ്പോൾ വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ സമയം വന്നു. അപ്പോൾ വെള്ളം വീഞ്ഞാക്കുകയും ചെയ്തു. അല്ലാതെ മറിയത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രം വെള്ളം വീഞ്ഞാവില്ല. പിതാവ് അനുവദിക്കുന്ന സമയത്ത് മാത്രമേ യേശു അത്ഭുതം ചെയ്യുകയുള്ളൂ. പിതാവ് അനുവദിച്ച സമയം വന്നു. ഇതാ പച്ചവെള്ളം മുന്തിരി നീരായി. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ചിരിക്കവേ ചിലപ്പോൾ പിശാച് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ, വേറെ പല കാര്യങ്ങൾ ഇപ്പോൾ നീ ചെയ്യണം, അതിന് വേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഒരുക്കി എന്ന് വരാം. കാരണം ഏറ്റവും പ്രാധാന്യമുള്ള ദൈവനാമത്തിന് മഹത്വം കിട്ടുന്നൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം മോഷ്ടിക്കുവാൻ, വേറെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ അന്ധകാരശക്തി ശ്രമിച്ചു എന്ന് വരാം. സമയം തക്കത്തിന് ഉപയോഗിക്കുവിൻ. അപ്പോൾ ബോധ്യമുണ്ടായിരിക്കണം, ഇപ്പോൾ ഈ കാര്യം ചെയ്യുവാൻ ദൈവം എന്നോട് പറഞ്ഞിരിക്കെ മറ്റൊരു കാര്യത്തിൽ ഞാൻ തലയിടുകയില്ല. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തിമോത്തിയോസ് പറയുന്നുണ്ട്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കാനുള്ളത് കൊണ്ട് യാതൊരു പടയാളിയും മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്രദ്ധയെ മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുവാൻ പല ടെംപ്റ്റേഷൻസും വരാം. പക്ഷേ അതിന് നാം കീഴ്പ്പെടരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ഒരാൾക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം എടുക്കാം, 7-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കും. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. ഓക്കെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 2 തൊട്ട്. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ വെറുക്കുവാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. യഹൂദയിൽ യേശുവിനെ കൊല്ലുവാനായിട്ടാണ് യഹൂദന്മാർ അവസരം കാത്തിരിക്കുന്നത്. യേശുവിൻ്റെ താഴെയുള്ള അനുജന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, യൂദ അവരൊന്നും യേശുവിൽ തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ ലോകത്തിൻ്റെ കൂടെയായിരുന്നു, പള്ളിക്കാരുടെ കൂടെയായിരുന്നു, കർത്താവിൻ്റെ കൂടെയായിരുന്നില്ല.
ഈ സഹോദരന്മാർ പറയുന്നത്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക. അങ്ങനെ നീ പ്രസിദ്ധനാകണം. അതാണ് അവർ പറയുന്നത്, സ്നേഹം കൊണ്ടല്ല. അപ്പോൾ ക്രിസ്തു, ശരി, നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ അനുസരിക്കാം, അങ്ങോട്ട് പോകാം, അങ്ങനെയല്ല പറഞ്ഞത്. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ഈ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചവരല്ല. അവരാണ് നിർദ്ദേശിക്കുന്നത്, യേശുവേ നീ യഹൂദയിലേക്ക് പോകണം. അപ്പോൾ ക്രിസ്തു എന്താണ് പറയുന്നത്? യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. ക്രിസ്തു പറഞ്ഞിരുന്നു, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വയമായിട്ടൊന്നും പറയാനും പറ്റില്ല. പിതാവ് അനുവദിക്കണം, അതാണ് പ്രവർത്തിക്കുക, അതാണ് ചെയ്യുക. എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല, പിതാവ് അനുവദിക്കുന്ന സമയം. എന്നിട്ട് ക്രിസ്തു പറയുകയാണ്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. ക്രിസ്തുവിൻ്റെ സ്വന്തം അനുജന്മാർ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരല്ല. അവർ തോന്നിയ കാര്യം ചെയ്യുന്നു. തോന്നിയ കാര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് ബോധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു. അവർക്ക് സമയമുണ്ട്, ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല, അവർക്ക് ബോധിച്ച കാര്യങ്ങൾ ചെയ്യുവാനുള്ള സമയമുണ്ട്. അവർക്കും എന്തും അവരുടെ സമയം കൊണ്ട് അവർക്ക് എന്ത് കാര്യവും ചെയ്യാം. ഇന്ന് അങ്ങനെയാണല്ലോ പല മനുഷ്യരും. ദൈവഹിതം ചെയ്യാനാണോ എല്ലാവരും സമയം മാറ്റിവെക്കുന്നത്? എന്തെല്ലാം വൃത്തികെട്ട കാര്യങ്ങൾ കാണുവാൻ സമയം മാറ്റിവെക്കുന്നു. അലസമായ സമയം വേസ്റ്റ് ചെയ്യുന്നു. ഇൻ്റർനെറ്റിൽ, മൊബൈലിൽ എത്രയോ സമയം അനാവശ്യമായി വേസ്റ്റാക്കുന്നു. അവർക്ക് സമയമുണ്ട്, അവർക്ക് ബോധിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ അവർ സമയം കണ്ടെത്തുന്നു. പക്ഷേ ക്രിസ്തു പറയുകയാണ് തൻ്റെ സഹോദരന്മാരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. സമയം തക്കത്തിന് ഉപയോഗിക്കുക, അതാണ് നമ്മുടെ വിഷയം. ഗേഹസി ഏലീശായുടെ ദാസനാണ്. ഗേഹസിക്ക് എന്താ താല്പര്യം? തോട്ടം വാങ്ങണം, നിലം വാങ്ങണം. അതിന് നുണ പറഞ്ഞിട്ടാണെങ്കിലും കാശുണ്ടാക്കണം. അങ്ങനെ നുണ പറഞ്ഞ് നയമാൻ്റെ പക്കൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ സ്വന്തമാക്കി, ഗിഫ്റ്റ് സ്വന്തമാക്കി. എന്തിനു വേണ്ടി? തോട്ടവും നിലവും സമ്പാദിക്കണം. ഏലീശ അത് മനസ്സിലാക്കി. ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഏലീശ ചോദിക്കുകയാണ്, ഈ നിലവും തോട്ടവും സമ്പാദിക്കാനുള്ള സമയം ഇതാണോ? നമ്മോടും പലപ്പോഴും കർത്താവ് അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ നീ ഈ കാര്യമാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ നീ നിന്റെ സമയം ഈ അനാവശ്യമായ കാര്യത്തിനാണോ വേർതിരിക്കുന്നത്? പക്ഷെ പലപ്പോഴും നമ്മളത് ആ സ്വരം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ കൂട്ടാക്കുന്നില്ല. നമ്മൾ നമ്മുടെ സ്വയത്തിന് താല്പര്യമുള്ള പലതും ചെയ്യുവാൻ സമയത്തെ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എത്രയോ ഈ വിഷയത്തിൽ മാനസാന്തരപ്പെടാനിരിക്കുന്നു. സമയം തക്കത്തിന് ഉപയോഗിക്കുവിൻ. സാധിക്കുമെങ്കിലല്ല, അതൊരു കൽപ്പനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. പലർക്കും ഇന്ന് ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനൊന്നും സമയമില്ല. അവർക്ക് അവരുടെ ഹിതം ചെയ്യുവാനാണ് അവർ സമയം മാറ്റിവെക്കുന്നത്. ലൂക്കോസ് 14:15 തൊട്ട്, അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു, ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി, അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല.
ഇവർക്കൊക്കെ അവരുടെ സമയം അവർക്ക് ബോധിച്ച കാര്യങ്ങളിൽ ചെലവഴിക്കണം. എന്നാൽ ദൈവഹിതം ചെയ്യുവാനും കർത്താവിനെ അനുഗമിക്കുവാനും ഇവർക്ക് സമയമില്ല. പത്രോസിനെ കർത്താവ് വിളിച്ചു, എന്നെ അനുഗമിക്കുക. പത്രോസിന് സമയമുണ്ടായി. പിന്നെ മൊത്തം ജീവിതം ക്രിസ്തുവിൻ്റെ പിന്നാലെ. നിത്യജീവൻ അന്വേഷിച്ച് ഒരു ധനികനായ യുവാവ് വന്നു. പക്ഷെ ക്രിസ്തുവിനെ അനുഗമിച്ചില്ല. സകലവും വിറ്റ് സമ്പത്തെല്ലാം ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനതിന് സമയമില്ല. കാരണം അവൻ്റെ പക്കൽ ധാരാളം സമ്പത്തുണ്ട്. അവൻ്റെ സമയം ആ സമ്പത്ത് ഉപയോഗിച്ച് അവനിഷ്ടമുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഈ ലോക ജീവിതം ആസ്വദിക്കണം. അവൻ്റെ സമയം അതിനുള്ളതാണ്, അല്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ളതല്ല. തിരുവചനം നമ്മോട് പറയുന്നു, സമയം തക്കത്തിന് ഉപയോഗിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ദൈവദാസന്മാരാണ് വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം അറിയിക്കുവാൻ നോർത്ത് ഇന്ത്യയിൽ പോയത്. അവരുടെ സമയം അവർ ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സുവിശേഷം കേൾക്കാത്തവരോട് സുവിശേഷം അറിയിക്കുന്നു. കഷ്ടത, പട്ടിണി, എതിർപ്പ്, അതിൻ്റെ നടുവിൽ അവർ ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി അവർ സമയം ചെലവഴിക്കുകയാണ്. നമ്മൾ ഒരു രോഗിയെ ചെന്ന് കാണുന്നു, ശുശ്രൂഷിക്കുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ഒരുവനെ നമ്മൾ സഹായിക്കുന്നു, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നു. അതിനെല്ലാം നമ്മൾ സമയം മാറ്റിവെക്കുകയാണ്. ഒരു രോഗിയെ ചെന്ന് കാണുവാൻ സമയം ആവശ്യമാണ്. കഷ്ടതയിലിരിക്കുന്ന ഒരുവനെ ആശ്വസിപ്പിക്കുവാൻ അവന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ സമയം ആവശ്യമാണ്. നമ്മുടെ സമയം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വേസ്റ്റല്ല. സുവിശേഷം ഘോഷിക്കുവാൻ സമയവും ജീവിതവും മാറ്റിവെക്കുന്നത് വേസ്റ്റല്ല. ഒടുവിലാണ് അതിൻ്റെ വില മനസ്സിലാകാൻ പോകുന്നത്. മത്തായി 25:31 തൊട്ട്, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ നീതിമാന്മാർ അവരുടെ സമയം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത്. അപ്പോൾ അവർ കർത്താവായ യേശുവിനെ ശുശ്രൂഷിക്കുവാനാണ് അവരുടെ സമയം മാറ്റിവെച്ചത്. ലോകസ്ഥാപനം മുതൽ അവർക്കായി ഒരുക്കപ്പെട്ട നിത്യരാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തു. നമുക്കറിയാം, മാർത്ത, മറിയം. അവരുടെ വീട്ടിലേക്ക് യേശു വന്നു.
മറിയത്തിന് വചനം കേൾക്കാൻ സമയമില്ല, വീട്ടിലെ പണി. മാർത്തയ്ക്ക് സോറി, മാർത്ത. മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് യേശു വന്നു. മാർത്തയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് വചനം കേൾക്കുവാൻ സമയമില്ല. അവൾ അടുക്കള പണിക്ക് പോയി. മറിയ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു, വചനം കേട്ടു. രണ്ട് സഹോദരിമാരും സമയം ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. മാർത്ത സമയം മാറ്റിവെച്ചത് വീട്ടുപണിക്കാണ്. അത് തെറ്റായ കാര്യത്തിനല്ല. അത് വീട്ടുപണി ചെയ്യുന്നത് തെറ്റായ കാര്യമല്ല. ഒരു അതിഥി വന്നാൽ വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കണം. മറിയം എന്തിനു വേണ്ടിയാണ് സമയം മാറ്റിവെച്ചത്? വചനം കേൾക്കാൻ, നല്ല കാര്യത്തിന് വേണ്ടി. പക്ഷേ ക്രിസ്തു എന്താണ് പറയുന്നത്? ലൂക്കോസ് 10:38 തൊട്ട്, അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾക്കാകെ ടെൻഷനാണ്, വചനം കേൾക്കാനൊന്നും സമയമില്ല. അവൾ അവൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കർത്താവിനെ സ്തുതിക്കാം. സ്നേഹവാനായ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ നന്ദിയോടെ ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങ് നന്ദി ചെയ്യുന്ന എല്ലാ പിതാവേ, ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം. നന്ദി പിതാവേ, മനമേ നന്ദി യഹോവയെ വാഴ്ത്തുക. ദൈവമേ. അവിടുത്തെ ഉപകാരങ്ങളൊന്നും വിശുദ്ധ മറക്കരുത്. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, അങ്ങ് ആരാധന അങ്ങേക്ക് ചെയ്ത മാത്രമേ. നന്മകൾക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവമേ, നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, അങ്ങയുടെ ദയക്കായിട്ട്, ദൈവമേ, അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ ദീർഘക്ഷമയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ദൈവമേ, അങ്ങയുടെ സത്യവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കർത്താവെ നീതിയോടുകൂടി ഇടപെട്ട് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, നന്ദി ദൈവമേ, ഞങ്ങളോട് കരുണ കാണിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി, നന്ദി ദൈവമേ. ഹല്ലേലൂയ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്ത് ഞങ്ങളെ നടത്തുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. മുന്നമേ ദൈവരാജ്യവും അതിൻ്റെ ഉന്നതമായ നീതിയും പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നന്ദി. കർത്താവേ, അറിവില്ലാത്തവരും ജ്ഞാനമില്ലാത്തവരും വിവേകമില്ലാത്തവരുമായ ഞങ്ങളെ ദൈവങ്ങളുടെ സത്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തല്ലോ. നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ദൈവമേ, നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചുവല്ലോ. നന്ദി പിതാവേ, നന്ദി, നന്ദി. അങ്ങയുടെ പ്രിയപുത്രനെ അയച്ച് ഞങ്ങളെ രക്ഷിച്ചുവല്ലോ. നന്ദി കർത്താവേ, നന്ദി. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എരിവ് കാണിച്ച ദൈവപുത്ര അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ മാതൃക പറ്റി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ചെയ്തതെല്ലാം പിതാവിന്റെ ഹിതമനുസരിച്ചാണ്. പറഞ്ഞതെല്ലാം പിതാവിന്റെ വചനങ്ങളാണ്.
ഹല്ലേലൂയ. അതുപോലെ ഈ ലോകത്തിൽ കർത്താവെ അങ്ങയുടെ വചനങ്ങൾ പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയെ സ്തുതിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. പച്ചയായ പുൽപ്പുറങ്ങളിലും സ്വച്ഛമായ നദിക്കരിയിലേക്ക് നടത്തി ഒരു കർത്താവെ ആകുലതയും ഇല്ലാതെ കർത്താവെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ, തൃപ്തിയോടെ നടത്തുന്നതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, ദൈവിക സത്യങ്ങളിൽ ഞങ്ങളെ നടത്തുക മാത്രമല്ല ആശ്വസിപ്പിച്ചും കർത്താവെ ഈ ലോകത്തിൽ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ ഇവിടുന്ന് പോകും. എൻ്റെ കൂടെ വരുന്നത് കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി ഉപയോഗിച്ച സമയം, ഇതാണ് എൻ്റെ കൂടെ വരുന്നത്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ വലിയ സത്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കർത്താവേ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു ഞങ്ങളെ അങ്ങ് ദയയോടെ കണ്ടല്ലോ. അങ്ങ് ഞങ്ങളെ കർത്താവെ അങ്ങിലേക്ക് ചേർത്തല്ലോ. നന്ദി പിതാവേ, നന്ദി. നന്ദി ദൈവമേ, നന്ദി. മനമേ യഹോവയെ വാഴ്ത്ത്, എൻ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്ത്. എൻ മനമേ യഹോവയെ വാഴ്ത്ത്, അവിടുന്ന് ചെയ്തതൊന്നും ഓർക്കരുതേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ. കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്ന ദൈവം അങ്ങാണ്. ഹല്ലേലൂയ. അങ്ങ് നിരൂപിക്കാതെ ആർക്കും കർത്താവെ നേരെയാകാൻ പറ്റത്തില്ല. അങ്ങാവുന്ന ജീവനും പുനരുത്ഥാനവും. ദൈവമേ, തകർന്നിരിക്കുന്നവരെ, മനം തകർന്നിരിക്കുന്നവരെ രക്ഷിപ്പാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. കർത്താവെ സ്തോത്രം. പക്ഷെ ഞങ്ങളുടെ സമയം അതിനായിട്ട് ചെലവഴിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. നിലനിൽക്കാത്ത കാര്യങ്ങളിൽ ഞങ്ങളുടെ സമയം ചെലവഴിക്കാതെ കർത്താവെ നിത്യതയുടെ വിഷയങ്ങളിൽ ഞങ്ങളുടെ സമയം ചെലവഴിപ്പാൻ, ഞങ്ങൾ സംസാരിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണം. നന്ദി പിതാവേ, നന്ദി. ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ കൃപയിൽ നടത്തുന്ന ഓർത്തങ്ങെ സ്തുതിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി. ഒരാൾക്ക് കൊളോസ്യ ലേഖനം 4 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാം. കൊളോസ്യ ലേഖനം 4 1 തൊട്ട് 6 വരെയുള്ള വാക്യം. കൊലോസ്യ ലേഖനം 1 മുതൽ 6 വരെ. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കൊളോസ്യ ലേഖനം 4 5 തൊട്ട്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ആ വാക്യം നമ്മൾ ഒരുവിധം ധ്യാനിച്ചു കഴിഞ്ഞു. കർത്താവ് നമ്മളെ സഹായിച്ചു. ഇനി അടുത്ത വാക്യം, 6-ാം വാക്യം. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കൊളോസ്യ 4:6. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. NASBയിൽ കൊളോസ്യ 4:6. ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്, as though seasoned with salt, so that you will know how you should respond to each person. Let your speech always be with grace. നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോടുകൂടിയത് ആയിരിക്കട്ടെ. കൃപ
നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. കൃപ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥവും ഉണ്ട്. ഒന്ന്, സേവിങ് ഗ്രേസ്, രക്ഷിക്കുന്ന ഗ്രേസ്. കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്വന്തം ശരീരം ബലിയർപ്പിച്ചു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി കൂടാതെ നമുക്ക് ആത്മരക്ഷ ലഭിക്കുന്നു, നിത്യശിക്ഷാവധിയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഇതിനെയാണ് കൃപയാലുള്ള രക്ഷ, ആത്മരക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൂടാതെ അഭക്തനെ ദൈവം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ യോഗ്യതയാൽ നീതീകരിച്ച് വിശുദ്ധനാക്കുന്നു, ശിക്ഷാവിധി മാറ്റുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തി കൂടാതെ ദൈവത്തിൻ്റെ കൃപയാൽ, ദയയാൽ യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, സ്വർഗരാജ്യമുണ്ട്. ഇനി കൃപയുടെ മറ്റൊരർത്ഥം, ഒരു പ്രത്യേക കാര്യം മനോഹരമായി, ആകർഷണീയമായി, മറ്റുള്ളവർക്ക് താല്പര്യം ജനിക്കത്തക്ക രീതിയിൽ ചെയ്യുക. ഇവിടെ പറയുന്ന ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപയാലുള്ള രക്ഷയെക്കുറിച്ചല്ല. നമ്മുടെ സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആകേണ്ടത് നമ്മുടെ സംസാരം? ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി, ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വാക്ക് എങ്ങനെയുള്ള വാക്ക് ആയിരുന്നു? എങ്ങനെയാണ് ക്രിസ്തു ദേവാലയത്തിൽ പഠിപ്പിച്ചത്? പൊതുജനങ്ങളോട് ക്രിസ്തു എങ്ങനെയാണ് പ്രസംഗിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം ലൂക്കോസ് 4:22 ഒരാൾക്കൊന്ന് കിട്ടിയാൽ എടുക്കാം. കർത്താവിന്റെ വാക്കുകൾ അവിടെ ലാവണ്യ വാക്കുകളാണെന്ന് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 4-ാം എല്ലാവരും അധ്യായം. അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. ലൂക്കോസ് 4-ാം അധ്യായം 22-ാം വാക്യം. ലൂക്കോസ് 4:21 തൊട്ട് വായിക്കുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ജോസഫിന്റെ മകൻ ദൈവപുത്രൻ എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. യേശുവിൻ്റെ സഹോദരന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള യേശുവിൻ്റെ വാക്കുകൾ, ലാവണ്യ വാക്കുകൾ, അത് ദൈവപുത്രന്റെ വാക്കുകളാണ്. അവർക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. നമുക്കറിയാം യേശു ദൈവപുത്രനാണ്. അവിടുത്തെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ്. അപ്പോൾ ക്രിസ്തുവിന് ശിഷ്യന്മാരായ നമ്മുടെ വാക്കുകൾ എപ്രകാരമായിരിക്കണം? കൃപയോടുകൂടിയത്, ലാവണ്യ വാക്കുകൾ, മറ്റുള്ളവർക്ക് അരോചകം വരുത്തുന്ന സംസാര ശൈലിയല്ല, കേൾവിക്കാർക്ക് ആത്മീക വർധന വരുത്തുന്ന, അവരെ പടുത്തുയർത്തുന്ന വാക്കുകൾ, ഉപ്പിനാൽ രുചി ചേർത്ത വാക്കുകൾ. ഉപ്പിൻ്റെ ദൗത്യം പദാർത്ഥങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുക. മറ്റുള്ളവനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളല്ല, മറ്റുള്ളവനെ പടുത്തുയർത്തുന്ന, തളർന്നവനെ ബലപ്പെടുത്തുന്ന വാക്കുകൾ. അതും ആകർഷണീയമായ രീതിയിൽ. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോടുകൂടിയത്, വല്ലപ്പോഴുമല്ല. മറ്റുള്ളവർ പ്രകോപനപരമായി സംസാരിക്കുമ്പോഴും കൃപയോടുകൂടിയ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരണം. ഇനി മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് കൃപയോടുകൂടിയ ലാവണ്യ വാക്കുകളാണ് പുറത്തു വരേണ്ടത്. ആത്മസംയമനം ഇല്ലാതെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാൻ ക്രോധം, അട്ടഹാസം, ആക്രോശം, ഇതൊന്നും ദൈവമക്കൾക്ക് ചേർന്നതല്ല. എപ്പോഴും
വല്ലപ്പോഴുമല്ല. ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്. നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോടുകൂടിയത് ആകട്ടെ. യേശു ലാവണ്യവാക്കുകൾക്ക് യേശുവിൻ്റെ സംസാരം സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെയല്ല, സാധാരണ മനുഷ്യർ പ്രസംഗിക്കുന്നത് പോലെയും അല്ല. യോഹന്നാൻ 7-ാം 45-46 ഒരാൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ? യോഹന്നാൻ 7-ാം എടുക്കാം. സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയവരാണ് ഈ സേവകർ. അറസ്റ്റ് ചെയ്തില്ല. കാരണം എന്താണ്? യോഹന്നാൻ 7-ാം 45 സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? സേവകർ പറയുകയാണ്, ഈ മനുഷ്യൻ, അതായത് യേശുക്രിസ്തു, സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും പ്രസംഗം അന്നത്തെ ഇസ്രായേൽ ജനം ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം. വചനമായവൻ വചനം പ്രസ്താവിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-1 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി, ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. മത്തായിയുടെ സുവിശേഷം 5-ാം സത്യവേദ പുസ്തകത്തിൽ നിന്ന് 1-2. മത്തായിയുടെ സുവിശേഷം 5-ാം 1-2. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, പിന്നീട് താഴെ പറയുന്ന ഒരു നീണ്ട പ്രസംഗം, മത്തായി 5, 6, 7 അധ്യായങ്ങൾ. ലോകത്തിൽ ആരും അതുവരെ പഠിപ്പിക്കാത്ത ദിവ്യപ്രബോധനങ്ങൾ, ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന തിരുമൊഴികൾ. ആ പ്രസംഗത്തിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചത്? മത്തായിയുടെ സുവിശേഷം 7-ാം യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അധികാരമുള്ള യേശു. അവിടുത്തെ പ്രബോധനം നിയമജ്ഞരുടെ പ്രബോധനം പോലെയായിരുന്നില്ല. നമ്മുടെ വാക്ക് എങ്ങനെയുള്ളതായിരിക്കണം? കൃപയോടുകൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി ചേർത്തതുമായിരിക്കണം. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ ദൈവമക്കളിലൂടെ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. യിരെമ്യാവിനോട് പറഞ്ഞു, നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ് എൻ്റെ വായെപ്പോലെയാകും. യിരെമ്യാ പ്രവാചകൻ വായ തുറക്കുമ്പോൾ ദൈവമാണ് സംസാരിക്കേണ്ടത്. അതിന് യിരെമ്യാ പ്രവാചകൻ തൻ്റെ വായ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. അധമമായത് പ്രസ്താവിക്കരുത്. ഇതുപോലെ നമ്മളും അധമമായത് ഒന്നും പ്രസ്താവിക്കാതെ നമ്മുടെ വായ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വായിലൂടെ കർത്താവ് സംസാരിക്കും.
നമ്മിലൂടെ കർത്താവ് സംസാരിക്കുന്ന ആ കാര്യങ്ങളാണ് കൃപയോടുകൂടിയ ഉപ്പിനാൽ രുചി ചേർത്ത മൊഴികൾ. അത് ജീവന്റെ വചനങ്ങളാണ്. പരിശുദ്ധാത്മ പ്രേരണയാൽ നമ്മുടെ വായിൽ നിന്ന് വന്ന വചനങ്ങളാണ്. അത് വരണമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അത് സംബന്ധിച്ച് ധാരാളം പ്രബോധനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. അതിൽ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അപ്പസ്തോലനായ യോഹന്നാൻ പറയുന്നത്, ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്, as though seasoned with salt, so that you will know how you should respond to each person. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19:5. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19:15 ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം ഇസ്രായേലിന്റെ അധ്യായം ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ എന്റെ വചനങ്ങളെ കേൾക്കാതെ ശാഠ്യം പിടിച്ചിരിക്കുകയുണ്ട്. ഞാൻ ഈ 19:15. 19:15 അതെ യിരെമ്യാ. അതാ വായിക്കുന്നത്. സോറി, 15:19 സോറി, തെറ്റിപ്പോയി. ഓക്കെ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അവർ നിന്റെ യിരെമ്യാ പക്കൽ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒരു പ്രവാചകനോടാണ് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ എന്താണ് ചെയ്യേണ്ടത്? നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. ദൈവത്തിൻ്റെ വചനം പറയുന്ന നമ്മുടെ വായിലൂടെ കൃപയോടുകൂടിയ വാക്കുകളാണ് വരേണ്ടത്. അധമമായതൊന്നും വരാൻ പാടില്ല. കൊളോസ്യ 4:6. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇക്കാര്യം എഫേസ്യ ലേഖനത്തിലും പൗലോസ് വിശ്വാസികൾക്ക് താക്കീതായി നൽകുന്നുണ്ട്. എഫേസ്യർ 4:19. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. യിരെമ്യാ പ്രവാചകനോട് അതാണ് പറഞ്ഞത്. നീ അധമമായത് ഒഴിക്കുക. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ഈ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാൻ ദൈവാത്മാവാണ് നമുക്ക് പ്രേരണ തരുന്നത്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നമ്മുടെ സംസാര നിമിത്തം കേൾവിക്കാരന് ആത്മീയ വർധന ഉണ്ടാകണം. അതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ലക്ഷ്യം. കുറേ സംസാരിച്ച് അതിൽ രസം കണ്ടെത്തുന്ന വ്യക്തികളുണ്ട്. വെറുതെ രസിക്കാനല്ല സംഭാഷണം. എൻ്റെ മുന്നിലിരിക്കുന്ന കേൾവിക്കാരൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന കൃപയോടുകൂടിയ വാക്കുകൾ കേട്ട് ആത്മീയ വർധന പ്രാപിക്കണം. എന്നാൽ എൻ്റെ നാവ് ഞാൻ ശരിക്കും ഉപയോഗിക്കുന്നില്ല എങ്കിൽ, തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ എൻ്റെ മുന്നിലിരിക്കുന്ന കേൾവിക്കാരനെ നശിപ്പിക്കാനും
തളർത്താനും എനിക്ക് കഴിയും. ഒന്ന് പത്രോസ് 3 1 പത്രോസ് 3:15 ഒരാളൊന്ന് എടുക്കണേ. 1 പത്രോസ് 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പേൻ. നിങ്ങളിലുള്ള നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പേൻ. പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവിൻ. ഉപ്പിന്റെ ഡ്യൂട്ടി എന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങളെ കേടുകൂടാതെ സംരക്ഷിക്കും. നമ്മുടെ വാക്ക് മറ്റുള്ളവരെ കേടുവരുത്തുന്നതാകരുത്. അവരെ പടുത്തുയർത്തുവാൻ, തളർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന വാക്കുകൾ, അതാകണം നമ്മുടെ ഡ്യൂട്ടി. അപ്പസ്തോലനായ പത്രോസിന് കർത്താവ് നൽകിയ ഡ്യൂട്ടി എന്താണ്? നിന്റെ സഹോദരന്മാരെ നീ ശക്തിപ്പെടുത്തുക. 1-ാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ ധാരാളം ഉപദ്രവങ്ങൾ, അഗ്നിശോധനകൾ അനുഭവിക്കുകയാണ്. അവർ പതറിപ്പോകരുത്. അവരെ ബലപ്പെടുത്തണം. ആര് ബലപ്പെടുത്തണം, ഉറപ്പിക്കണം? പത്രോസ്. എങ്ങനെ പത്രോസ് അവരെ ഉറപ്പിക്കണം? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവരെ ഉറപ്പിക്കണം. നമുക്കും ഒരു ദൗത്യമുണ്ട്, മറ്റുള്ളവരെ ഉറപ്പിക്കണം. കൃപയോടുകൂടിയ ഉപ്പിനാൽ രുചി ചേർത്ത, മറ്റുള്ളവർക്ക് കേടുവരുത്താത്ത വാക്കുകൾ പറഞ്ഞ് അവരുടെ ആത്മീക വർധന, അതിൽ നമുക്കൊരു റോളുണ്ട്. ലൂക്കോസ് 22:31 തൊട്ട്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. അത് വാക്കുകൊണ്ടാണ്. പത്രോസിൻ്റെ വായിലെ വചനം കൊണ്ടാണ്. അത് പത്രോസ് ചെയ്തു. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ വായിച്ചാൽ വിശ്വാസികളെ ബലപ്പെടുത്തുന്ന, പരിശോധന നേരിടുന്ന വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളാണ് അതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ദൈവനാമത്തിന് സ്തോത്രം. നമ്മുടെ നാവ്, അതിൽ നിന്ന് കൃപയോടുകൂടിയ വാക്കുകൾ എപ്പോഴും പുറപ്പെടണമെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവാത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റു സമയങ്ങളിൽ നമുക്ക് ബോധിച്ച കാര്യങ്ങളിൽ ഏർപ്പെട്ട്, ബോധിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഒരു പ്രത്യേക സമയത്ത്, വചനം പറയേണ്ട സമയത്ത്, ശുശ്രൂഷിക്കേണ്ട സമയത്ത് ദൈവാത്മാവ് എൻ്റെ നാവിനെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും? കാരണം ആരാണ് ദൈവമക്കൾ? റോമ 8:14, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നതെങ്കിൽ ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ നാം വാ തുറക്കുമ്പോൾ ദൈവാത്മപ്രേരിതമായ വാക്കുകൾ, കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി ചേർത്തതും കേൾവിക്കാരന് ആത്മീക വർധന വരുത്തുന്നതുമായ വാക്കുകൾ നമ്മിലൂടെ വരും. പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ പ്രൈവറ്റായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ഒരാൾ ഇങ്ങനെ പറയുകയാണെന്ന് കരുതുക, ഞാൻ സത്യം പറയും, മുഖം നോട്ടമില്ല. പിന്നെ ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി ചേർത്ത് മയപ്പെടുത്തി സംസാരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ സത്യം പറയും. നിങ്ങൾ വേണമെങ്കിൽ ഉപ്പ് പുരട്ടി മയപ്പെടുത്തി സംസാരിച്ചോ, എന്നെ കൊണ്ട് പറ്റില്ല. ലോകജാതികൾ അങ്ങനെ പറഞ്ഞു എന്ന് വരാം. പക്ഷെ ദൈവമക്കൾക്കൊരു പ്രമാണമുണ്ട്. സത്യമായാലും
എന്തായാലും നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി ചേർത്തതും ആകണം. ഞാനൊന്നും ഉപ്പ് ചേർക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് സംസാരിച്ചോ. അങ്ങനെയല്ല. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി ചേർത്തതും. നമ്മളാണ് നമ്മുടെ വാക്കുകൾക്ക് ഉപ്പ് കൊണ്ട് രുചി വരുത്തേണ്ടത്. സങ്കീർത്തനങ്ങൾ 45:1. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി ചേർത്തതാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 45:1. എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു. തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ്. നമ്മുടെ നാവ് എങ്ങനെയായിരിക്കണം? തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ്. ഉത്തമഗീതം 5:13 അവസാന ഭാഗം. അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു, അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്, അവിടെ നിന്ന് നറും പശദ്രവം ഇറ്റുവീഴുന്നു. അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്, അവിടെ നിന്ന് നറും പശദ്രവം ഇറ്റുവീഴുന്നു. കൊളോസ്യ 3:16 പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ വചനം സമൃദ്ധമായിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിൽ വചനം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അധരം പ്രസ്താവിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വചനം പറയുകയാണെങ്കിൽ കേൾവിക്കാരന് ആ വചനം വളരെ പ്രയോജനമായി തീരും. നമ്മുടെ സംസാരത്തിൽ, സാധാരണ സംസാരത്തിൽ വചനം ഉൾപ്പെടുത്തുകയാണെങ്കിൽ കേൾവിക്കാരന് ആത്മീക വർധന വരും. കൊളോസ്യ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം അധ്യായം പഠിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് കൊളോസ്യ 3:16 ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനത്താൽ ഹൃദയം നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വാ തുറക്കുമ്പോൾ പിന്നെ വചനമാണ് വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് അധരം പ്രസ്താവിക്കുന്നു. ഇന്നത്തെ വചന പ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എല്ലാവരും കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം 2 തവണ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. വിപിനുണ്ടോ അവിടെ? വിപിൻ പ്രാർത്ഥിക്കാം. വിപിൻ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയാം. ഹല്ലേലൂയ. സ്തോത്രം നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം കർത്താവെ ആയിരിക്കാൻ, ദൈവവചനത്തിൽ ചിന്തിപ്പാൻ കർത്താവെ ദൈവം ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഏവരെയും അങ്ങ് യോഗ്യരാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട ദൈവവചനം കർത്താവെ കൊലോസ്യരുടെ പുസ്തകത്തിൽ നിന്ന് കർത്താവെ ഞങ്ങള് ദൈവമേ വചനത്തെ ആധാരമാക്കി ചിന്തിച്ച് കർത്താവെ ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ ദൈവമേ നാവിൽ നിന്ന് വരുന്ന വാക്കിനെയും കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കാൻ കർത്താവെ ദൈവമേ ഏത് നേരത്തെ ഏത് സാഹചര്യത്തിലും കർത്താവെ അങ്ങനെ തന്നെ ആയിരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്രിസ്തീയ ജീവിതത്തിൽ അനുദിനം വളരുവാൻ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരെ അവിടുന്ന് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ കർത്താവെ സ്വത്വം നാവിനെ നിയന്ത്രിപ്പാൻ കർത്താവെ കോപത്തിന് അടിമപ്പെടാതിരിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരെ അവിടുന്ന് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം കേൾപ്പിച്ച ദൈവമേ നല്ല വചനത്തിനായ സ്തോത്രം, ദൈവമേ കർത്താവിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുത്ത് കർത്താവെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കർത്താവ് ദൈവജനത്തിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ കൃപയിലങ്ങ് മറിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൽ കിടന്നുറങ്ങുവാൻ ദൈവമേ രാത്രിയിൽ അവിടുന്ന് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശാന്തി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ
മാനവമഹത്വം പുകഴ്ചയെല്ലാം അപ്പ യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗസ്വ പിതാവെ അപ്പ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്ര ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിസ്തരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. നമ്മെ എല്ലാവരെയും കർത്താവ് കൃപയാൽ നിറയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.